ഉരുൾപൊട്ടലിൽ വീട് തകർന്ന സീതത്തോട് സ്വദേശി ഷാജിക്ക് സഹായഹസ്തവുമായി നാഷണൽ സർവീസ് സ്കീം. ഷാജിയുടെ ദുരവസ്ഥ കൈരളി ന്യൂസിലൂടെ അറിഞ്ഞാണ് ഷാജിയെ സഹായിക്കാൻ NSS തയ്യാറായത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ചെങ്ങന്നൂർ മേഖലാ കോർഡിനേറ്റർ അനിൽ ആറിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട സഹായം ഷാജിയുടെ വീട്ടിലെത്തി കൈമാറി. യാതൊരു മാർഗ്ഗവുമില്ല. ഇത് ജീവിതത്തിൽ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പെൺകുഞ്ഞുങ്ങളെ ഒരു മാസം 12,500 രൂപയാണ് 2 പേരെ കൂടെ ഫീസ് അടയ്ക്കുന്നത്. ഒരാൾ ജർമ്മൻ ലാംഗ്വേജ്, ഒരാൾ +2. ഇത് 2 പേരും വൈഫ് ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ ഓട്ടോ ഓടിച്ച് 10, 300, 500 രൂപ ഓടിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഷാജിയും 2 പെൺമക്കളും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. നിലവിൽ കലക്ടറുടെ നിർദ്ദേശപ്രകാരം വാടക വീട്ടിലേക്ക് താമസം മാറി. നമ്മുടെ അപ്പൻ ആയിട്ടുണ്ടാക്കി തന്ന ഈ വീട്ടിൽ നിന്ന് എനിക്ക് മാറി നിൽക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ഒരു വീടോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് എനിക്ക് മാറാതിരിക്കാനും പറ്റത്തില്ല. 2 കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. വൈഫും നഷ്ടപ്പെട്ടു പോയതാണ്. ഇത്ര ഉപകാരം ഇവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് നന്ദിയേ പറയുന്നുള്ളൂ. ഈ സഹായം ചെയ്തതിന് സാറിനോട് നന്ദി പറയുന്നു. ഭക്ഷ്യ സാധനങ്ങളും പഠനോപകരണങ്ങളും അടങ്ങിയ കിറ്റ് ഷാജിക്ക് നാഷണൽ സർവീസ് സ്കീം കൈമാറി. സ്റ്റേറ്റ് കോർഡിനേറ്റർ ജഫീഷ് സാർ, ജില്ലാ കോർഡിനേറ്റർ ബേബി ചന്ദ്ര ടീച്ചർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, പ്രോഗ്രാം ഓഫീസർമാർ തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് ഷാജിയെ തുടർന്നും NSS സഹായിക്കുക. ഞങ്ങൾ വന്നു കണ്ടപ്പോഴാണ് ഇവിടുത്തെ ദയനീയത മനസ്സിലായത്. എന്തെങ്കിലും സാമ്പത്തിക സഹായമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കകം ഞങ്ങൾ ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് ഏൽപ്പിക്കുന്നതായിരിക്കും. NSS പ്രവർത്തകർക്ക് നന്ദിയെന്ന വാർഡ് മെമ്പർ. കൂടുതലായിട്ടുള്ള സഹായങ്ങൾ ഷാജിക്ക് ഇനി ആവശ്യമാണ്. 2 പെൺകുട്ടികളാണ്, ഓട്ടോ ഓടിച്ചാണ്, രോഗിയാണ്, ഭാര്യയില്ല, മറ്റ് ബന്ധുക്കളായിട്ട് അടുത്തിപ്പോൾ ആരും തന്നെ ഇല്ല. പഞ്ചായത്ത് ഇത്രയും സഹായം ചെയ്താണ് ഈ മണ്ണൊക്കെ മാറ്റി ഇവരെ ഇത്ര സുരക്ഷിതരായിട്ട് വേറൊരു വാടക വീട്ടിലോട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും തുടർന്ന് അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും തന്ന സഹായത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഷാജിക്ക് കൂടുതൽ സഹായം ആവശ്യമാണ്. അതിനായി സുമനസ്സുകൾ കനിയണം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.